Hey everyone, welcome back to my channel. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൂട്ട് കസ്റ്റർഡ് ആണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിൽ 2 കപ്പ് പാല് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. പാല് ബോയിൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. വേറൊരു ബൗളിലേക്ക് ചേർക്കണം. എന്നിട്ട് അത് കുറച്ച് പാലും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഒരു 6 ടേബിൾ സ്പൂൺ പാലിലാണ് അത് മിക്സ് ചെയ്യണത്. അത് നന്നായിട്ട് മിക്സ് ചെയ്യണം, ലംസ് ഒന്നും ഇല്ലാണ്ട്. പാല് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾക്ക് പതുക്കെ ചേർത്ത് കൊടുക്കാൻ. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്റ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ ഇത് ലംസ് ഉണ്ടാവും. ഇനി നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഏറ്റവും ലോ ഹീറ്റിലാണ് വെക്കേണ്ടത്. പഞ്ചസാര ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു 1/2 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, ഇത് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇത് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട്. നന്നായി തണുത്തതിന് ശേഷം ഈ മിക്സ് നമുക്ക് വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ ഫ്രൂട്ട്സും 1/4 കപ്പ് വീതമാണ് ചേർക്കാൻ പോകുന്നത്. കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം.